Hi guys, this is Shana Nasreen. Welcome to my YouTube channel. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പൂനെയിലെ കൗസർ ബാഗിലുള്ള ഇഫ്താർ സ്ട്രീറ്റാണ്. കൗസർ ബാഗ് പൂനെയിലെ വൺ ഓഫ് ദ ഫേമസ് ഇഫ്താർ സ്ട്രീറ്റാണ്. അതായത് റംസാനിൽ ഇഫ്താറിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രീറ്റ് മുഴുവൻ ഫുൾ ലൈറ്റ് ചെയ്ത് ഫുൾ ചെറിയയും വലിയും സ്റ്റാളുകൾ, അവിടെ ഫുൾ സ്നാക്സ്, ലൈവ് കിച്ചൺ, പിന്നെ സ്വീറ്റ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മളിതുവരെ കേരളത്തിൽ നമ്മൾ കോമൺ ആയിട്ട് കാണാത്ത ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്നാക്സ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളൊരു സ്ട്രീറ്റാണ്. ഭയങ്കര റംസാനിന് പ്രത്യേകിച്ചും ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് ലൈവായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. നമ്മൾ പൂനെയിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. റഷ് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ തന്നെ കാണാം, നല്ല റഷുള്ളൊരു ഏരിയ ആണ്. ഞങ്ങൾ കറക്റ്റ് നോമ്പ് തുറക്കുന്ന ഒരു ടൈമിൽ തന്നെയാണ് എത്തിയതും. ഇവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയാണ് ഈ കാണുന്നത്. അപ്പം അവിടെ നോമ്പ് തുറക്കുന്നതും ഫുഡിൻ്റെയും നിസ്കാരത്തിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് ആ ഒരു ഏരിയ പ്രത്യേകിച്ച് കൂടുതൽ റഷ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഇവിടെ പല ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ഡ്രിങ്ക്സ് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, നമുക്ക് ട്രൈ ചെയ്യാൻ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡുള്ളൊരു ഏരിയയാണ്. അവിടെ പോലീസും ഉണ്ടായിരുന്നു. ഈ ക്രൗഡൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിനെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു സ്റ്റാളിൽ നിന്നാണ് നമ്മൾ കുറച്ച് സ്നാക്സ് ട്രൈ ചെയ്തത്. കൈകൊണ്ടൊക്കെ ചെയ്യുന്ന കാണുന്നുണ്ട്, എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പം ഇവിടെ ഒരുപാട് നമ്മൾ കൺഫ്യൂഷനായി പോകും, കാരണം ഓരോന്നിൻ്റെ പേരും റേറ്റും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഏതാ ടേസ്റ്റ് ചെയ്യണ്ടേ, ഏതാ ട്രൈ ചെയ്യണ്ടേ, അങ്ങനെ അറിയാതെ ഞങ്ങൾ കുറച്ച് സാധനം എടുത്ത് ട്രൈ ചെയ്തു. നമുക്ക് വേണ്ടത് അപ്പോൾ കഴിക്കാനുള്ളത് അവർ പ്ലേറ്റിൽ തരും, അവിടെ നിന്ന് തന്നെ കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അല്ലാതെ പാക്ക് ചെയ്യണമെങ്കിൽ പാക്ക് ചെയ്ത് തരും. മട്ടൻ സമൂസ, ചിക്കൻ ഗുലാബി കബാബ്, ചിക്കൻ ഇറ്റാലിയൻ റോൾ, മലായ് ചിക്കൻ. ടേസ്റ്റ് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ചിക്കൻ ഗുലാബി കബാബ് വെച്ചേക്കാം. Different taste. ഇത് ഇറ്റാലിയൻ റോൾ നല്ല എരിവുണ്ട് കേട്ടോ. മറ്റേന് മയണൈസ് ഇട്ടും വേണം തോന്നുന്നല്ലേ. അതിന് സോസ് ഒന്നും ഉണ്ടാവില്ല. ചിക്കൻ മലായി സ്റ്റിക്ക് കുഴപ്പമില്ല, പക്ഷെ ഒരു മസാലേൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല. മട്ടൻ സമൂസ നല്ല ചൂടുണ്ട് കേട്ടോ. ഫ്രഷ് കിട്ടണോ? നിങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ മസാല. അങ്ങനെ ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു. നമ്മളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ട്രൈ ചെയ്തു. ബാക്കിയെല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല, അത്ര കപ്പാസിറ്റി ഞങ്ങൾക്ക് ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് തഹൂറ. ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഐറ്റമാണ് തഹൂറ. ഇവിടുത്തെ ഒരു റഷ് കണ്ടാലറിയാം ഇത് എത്രമാത്രം ഡിമാൻഡുള്ളൊരു സാധനം. പക്ഷേ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ, എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രൈ ചെയ്തതാണ് ഹൈദരാബാദി ഹലീം. ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ആ ചെമ്പിലാക്കിയിട്ട് അവർ ആ ചൂടിൽ ഇങ്ങനെ വെക്കുക ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടപ്പം അവർ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എടുത്തു തരും. അതിൻ്റെ മുകളിൽ നല്ല ഉള്ളിയും പുതിനയും മല്ലിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി തരും. ഞങ്ങളതും ട്രൈ ചെയ്തു. മസാല ഇവിടുത്തെ മസാല ഹലീം ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കൂടി കഴിച്ചപ്പം വലിയ രസം തോന്നിയില്ല, പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിച്ചപ്പം നല്ല രസമുള്ളതായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വേറെയും കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ലൈക്ക് സ്നാക്സ് ആയിട്ടും ഡ്രിങ്ക്സ് ആയിട്ടും ഡെസേർട്ട്സ് ആയിട്ടും പറ്റുന്ന സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സ്ട്രീറ്റ് ഫുൾ ലൈവാണ്, ഫുൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എസ്പെഷ്യലി റംസാൻ്റെ സമയത്താണ് ഈ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ ലൈവായി നിൽക്കുന്നത്. സാധാരണ പൂനെയിൽ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ഏരിയ അല്ല ഇത്.
പിന്നെ റംസാൻ മാസം ആയതുകൊണ്ടാണ്, ആ ഒരു സമയത്താണ് ഈ ഒരു സ്ട്രീറ്റ് ഇത്ര ലൈവ് തോന്നുന്നു. പിന്നെ ഞങ്ങളൊരു സൈഡ് എത്തിയപ്പോഴേക്കും അവിടെയുള്ള കാര്യങ്ങളൊക്കെ തീർന്നിരുന്നു. അതായത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് അവിടുത്തെ സാധനമൊക്കെ ഫിനിഷായി. ഞങ്ങൾ ശരിക്കും ഈ ഇക്കുബൈസിൽ വന്നിട്ട് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷെ അത് മാത്രം നടന്നില്ല. ഞങ്ങളെ വയറൊക്കെ ഫുള്ളായി. പിന്നെ അവിടുന്ന് നല്ല വ്യൂ ഉള്ള മിനാരൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു. അങ്ങനെ ഞങ്ങൾ കൗസർ ബാഗ് ഞങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.